സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. തൃത്താലയിൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ റോഡ് വെള്ളത്തിനടിയിലായി. 15ലധികം വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. ഇടുക്കിയിലും പത്തനംതിട്ടയിലും മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മഴ കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. സംസ്ഥാനത്ത് ഇന്നലെ കാലവർഷം എത്തിയെന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനുശേഷം കനത്ത മഴയുണ്ടാകും ഇനിയുള്ള 5 ദിവസങ്ങളിലെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ട്. പക്ഷേ നിലവിൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ മഴയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളും രാവിലെ വരുന്നുണ്ട്. തലസ്ഥാനത്ത് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ ചിലയിടങ്ങളിൽ ഇപ്പോഴും അതിരൂക്ഷമായ വെള്ളക്കെട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. ആലപ്പുഴ പോലുള്ള ജില്ലകളിൽ മഴയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും കനത്ത മഴയിലേക്ക് നിലവിൽ സംസ്ഥാനത്ത് സാഹചര്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ മഴയില്ലാത്തൊരു ദിവസമാണ്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മഴ കനത്തേക്കാം. അത്തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. എം ജി മിഥുൻ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. മിഥുൻ, തിരുവനന്തപുരത്ത് വലിയ മഴയില്ലാത്തൊരു സാഹചര്യമാണ്, തെളിഞ്ഞ കാലാവസ്ഥയാണ് രാവിലെ എന്ന് തോന്നുന്നു, അല്ലേ? ഭവ്യ, തീർച്ചയായും രാവിലെ മുതൽ തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് തലസ്ഥാന നഗരിയിൽ നിന്ന് നമുക്ക് പ്രകടമാകുന്നത്. കഴിഞ്ഞ ദിവസം കനത്ത മഴ തന്നെയായിരുന്നു പെയ്തതെങ്കിൽ ഇന്ന് കാര്യമായ അലർട്ടൊന്നും തന്നെ കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തൊന്നുമില്ല. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിലവിൽ അലർട്ടുകളൊന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല. മറ്റ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് 12 ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി, അത്തരത്തിലുള്ള ഒരു പ്രവചനം കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. ചാല അടക്കമുള്ള പ്രദേശങ്ങൾ വെള്ളക്കെട്ട് വലിയ വെള്ളക്കെട്ട് രൂക്ഷമാവുകയും ഒപ്പം തന്നെ ഈഞ്ചക്കൽ അടക്കമുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ ഇടവിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിരുന്നു. പക്ഷേ മഴ കുറഞ്ഞതോടുകൂടി, മഴയുടെ ശക്തി കുറഞ്ഞതോടുകൂടി ഈ ഒരു വെള്ളക്കെട്ടുകളൊക്കെ തന്നെ പിൻവാങ്ങുന്നത് കാണാൻ സാധിച്ചു. ഒപ്പം തന്നെ ഓടയുടെ ക്ലീനിംഗ് അത് വലിയ രീതിയിൽ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ രീതിയിൽ, ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിനെതിരെ ഒക്കെ തന്നെ വലിയ വിമർശനം ഉയർന്നു വന്നിരുന്നു. അതായത് ഈ മാലിന്യം നീക്കം ചെയ്യാത്തതുകൊണ്ടാണ് ഇത്രയധികം വെള്ളക്കെട്ട് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ വ്യാപകമാകുന്നത് എന്നുള്ളൊരു വിമർശനം ജില്ലാ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വരികയും ചെയ്തു. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ തന്നെ ഈ ഒരു ഓടയുടെ വൃത്തിയാക്കൽ നടപടികളൊക്കെ പുരോഗമിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി വെള്ളം പൂർണ്ണമായും ഒഴുകിപ്പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ നമുക്ക് തലസ്ഥാന നഗരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഒരു കണക്കിലെടുത്തുകൊണ്ട് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയിലൊക്കെ തന്നെ നിലവിൽ കാര്യമായി മഴ പെയ്യുന്നില്ല. ഇന്ന് വെളുപ്പിനോടുകൂടി മലയോര മേഖലയിലൊക്കെ ചെറിയ രീതിയിൽ ഇടപെട്ട സ്ഥലങ്ങളിലൊക്കെ തന്നെ മഴ പെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അത് തിരുവനന്തപുരം ജില്ലയിലാകട്ടെ, ഒപ്പം തന്നെ കൊല്ലത്തെ മലയോര മേഖലയിലും കൊല്ലം ജില്ലയിലെ മലയോര മേഖലയിലും ഒക്കെ തന്നെ ഇടവിട്ട മഴ ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ കാര്യമായ മഴയില്ല എന്നുള്ളത് തന്നെയാണ്, ഒരു തെളിഞ്ഞ അന്തരീക്ഷം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഉച്ചയ്ക്ക് ശേഷം മഴ കണക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്. ശ്രീ എം ജി മിഥുനാണ് തലസ്ഥാനത്തെ വിവരങ്ങൾ പങ്കുവച്ചത്.